ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ വന്നാണ്. അപ്പോൾ ഒരു കുക്കർ റാവുത്തർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനല്ല, ദേ പുറകെ നിൽക്കുന്ന എൻ്റെ നാത്തൂനാണ്. അപ്പോൾ നമുക്ക് ആ കുക്കർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റൗ ഓണാക്കുക, കുക്കർ വയ്ക്കുക. കുക്കറിലേക്ക് ആദ്യം എന്താണ് ഒഴിക്കുന്നത്? വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ. ശരിയാണ്, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഇതുണ്ടാവും അല്ലേ, ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇടയ്ക്ക്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോടാ. പിന്നെ നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ഓയിൽ 100 ഗ്രാം ഓയിൽ. അത് കഴിഞ്ഞ് ഒരു 50 ഗ്രാം നെയ്യ്. അപ്പോൾ ടോട്ടൽ 150 ഗ്രാം. നമ്മളിപ്പോൾ വെക്കുന്നത് 1 കിലോനാണ്. കുക്കറിലായതുകൊണ്ട് ആദ്യം നമുക്ക് 1 കിലോ വെച്ചിട്ട് 1 കിലോ വെക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യുന്നത്, വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ റൈസ് അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക. കുതിർക്കാൻ വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചുവല്ലോ, എണ്ണയും നെയ്യും ഒഴിച്ചു. ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന ആദ്യത്തെ ഐറ്റം രണ്ട് സവാള, നീളത്തിലരിഞ്ഞ 2 സവാള ഇട്ട് നല്ല രീതിയിൽ വഴറ്റുക. ഇപ്പോഴത്തെ പാലക്കാടിലെ ചൂടിൽ ബിരിയാണിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വേർത്ത് കുളിച്ച് ഒരു വഴിക്കാവും. സാരമില്ല, എന്നാലും അവൾക്ക് എൻ്റെ നാത്തൂനോടുള്ള ഒരു സ്നേഹം കൊണ്ട് അവൾ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുവാണ്. അതുകൊണ്ട് പിന്നെ കുറച്ച് വേർത്താലും കുഴപ്പമില്ല എന്ന് അവൾ തന്നെ പറഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ പച്ചമുളക് കീറേണ്ട ആവശ്യമില്ലല്ലോ. കീറേണ്ട ആവശ്യമില്ല. അതിൽ കടന്നു വീഴുമ്പോൾ എന്താ ചേർക്കാനുള്ളത്? ചെറിയുള്ളിയാണോ ചേർക്കാൻ? ചെറിയുള്ളി, പച്ചമുളക് ഒരു വിധം വാടി കഴിഞ്ഞാൽ ചതച്ച് വെച്ച ചെറിയുള്ളി ഒരു 10 ചെറിയുള്ളി. 10 വേണം. ഈ 10 എടുത്തിട്ടുണ്ടായിരുന്നോ? 10 ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റുക. പച്ചമണം വഴറ്റുക. ഇപ്പോൾ 10 ചെറിയുള്ളി ചതച്ചത് എടുത്ത് പച്ചമുളക് ഇട്ടതിന് ശേഷം ഈ ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റുക. ചെറിയുള്ളി നന്നായി ഇതിൽ പച്ചമണം മാറുന്നവരെ വഴറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. കാരണം എല്ലാം നല്ല രീതിയിൽ പച്ചമണം മാറുന്നവരെ വഴറ്റുക. വഴറ്റുന്നതിലാണ് നമ്മുടെ ടേസ്റ്റിലിടാം. അപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ 25 ഗ്രാം ഇഞ്ചി, 1 കിലോനാണ് 25 ഗ്രാം ഇഞ്ചി ചതച്ചത്. അത് ഇപ്പോൾ നന്നായി വഴറ്റുക. ഇഞ്ചിൻ്റെ പച്ചമണം നന്നായിട്ട് തോന്നുക. അതാണ് നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ 25 ഗ്രാം ഇഞ്ചി ചതച്ചത്. ഒന്നും നല്ല രീതിയിൽ അരയ്ക്കണ്ട, ചതച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ആ 25 ഗ്രാം ഇഞ്ചി ചതച്ചത് ഇട്ട് അതും ആ പച്ചമണം മാറുന്നവരെ വഴറ്റുക. അതിന് വെളുത്തുള്ളി, മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി 25 ഗ്രാം ആണ് അളവ്. കുറച്ച് മല്ലിയിലയാണ് ഇടുന്നത്. ഇവിടെ മല്ലിയില ഇടുന്ന ആൾ ഇയാളാണ്, നമ്മുടെ കാന്താരിക്കുട്ടി. ഇതാ മല്ലിയില ഇട്ടോ, കുറച്ചിട്ടാൽ മതിയാ? വളരെ കുറച്ച് മല്ലിയില ഇടുക. മല്ലിയില ഇട്ടിട്ട് അതിനകത്തേക്ക് 4 തക്കാളി മുറിച്ചത് ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. തക്കാളി വെള്ളം വാഴുമ്പോൾ അത് നല്ല മസാല പരുവത്തിലായിട്ട് വരണം. അതാണ് ബിരിയാണി ടേസ്റ്റ് കൂടുതൽ. നമ്മുടെ ഈ റാവുത്തർ ബിരിയാണി കുക്കറിൽ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും എന്നല്ലേ ശരിക്കും? ഇല്ലേ, അങ്ങനെ ഒരിക്കലും ടേസ്റ്റ് കുറയില്ല. നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് മസാല കൂട്ടിയിടും. അത് അടുപ്പിൽ കിടന്ന് വെന്ത് ഇതാവുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ. കുക്കറിൽ വെക്കുമ്പോഴും അതേ ടേസ്റ്റ് തന്നെ കിട്ടും. കുറച്ച് ഉപ്പിടുക അല്ലേ, ആവശ്യത്തിന് നമ്മുടെ അളവിനനുസരിച്ചിട്ട്. ഉപ്പ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറവിടുക. കുറച്ച് കൂടുതലായിട്ട് വേണ്ട, ആരോഗ്യത്തിന് നല്ലതല്ല. മസാല എല്ലാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടിയാണോ? കാശ്മീരി മുളക് പൊടി എത്ര സ്പൂണായിട്ട്? 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുക.
അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല. ഗരം മസാലയിൽ നമ്മൾ പട്ടയും ഗ്രാമ്പും ഏലയ്ക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് അര സ്പൂൺ ഓക്കെ, അര സ്പൂൺ ഇട്ട് മിക്സ് ചെയ്യാം. മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് വഴണ്ട് വന്നതിന് ശേഷം അര ഗ്ലാസ് തൈര്. ഈ പൊടികളെല്ലാം വഴന്ന് വന്നതിന് ശേഷം തൈര് അര ഗ്ലാസ് തൈര് ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടൻ, അതായത് മട്ടൻ നേരത്തെ വേവിച്ച് വെക്കണം. അത് വേവിച്ച് വയ്ക്കുമ്പോൾ അതിനകത്തേക്ക് എന്തെങ്കിലും ചേർക്കാറുണ്ടോ മട്ടനിൽ? ഉപ്പ് മാത്രം ഇട്ട് മട്ടൻ വേവിക്കുക. ഇപ്പോൾ ഈ 1 കിലോ അരിക്ക് 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. മട്ടൻ കൂടുതലെടുത്താൽ മട്ടൻ കഴിച്ച് നമ്മൾ കഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ചോറ് അരി ഉണ്ടാവില്ല, മട്ടൻ മാത്രം. അതിന് ശേഷം കുറച്ച് മല്ലിയില ചേർക്കുക. എത്രയാണ് അളവെന്ന് വെച്ചിരിക്കുന്ന വെള്ളം? 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മൾ 1 കിലോ അരി എടുത്തത് ഒരു പാത്രം കറക്റ്റ് ആ പാത്രത്തിൻ്റെ അളവിൽ എടുത്തിട്ട് ആ പാത്രത്തിൻ്റെ 1.5 പാത്രം വെള്ളം എടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി, ബിരിയാണി അരി ചേർക്കുക. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കണം. കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കണം, അതായത് കുറച്ച് ഉപ്പ് കൂടുതൽ തോന്നിക്കണം. അപ്പോഴാണ് നമ്മുടെ അരി ഇതൊക്കെ ആയിട്ട് വെന്ത് വരുമ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു തിള വന്നതിന് ശേഷം കുക്കർ അടച്ച് വയ്ക്കുക. കുക്കർ അടച്ച് ഒരു 1 വിസിലാണോ? 2 വിസിൽ. ഓരോ കുക്കറിനനുസരിച്ചിട്ട് നമുക്ക് വിസിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഈ കുക്കറിന് 2 വിസിലാണ് സാധാരണ ഞാൻ ഇടാറ്. അപ്പോൾ ഈ കുക്കറിന് 2 വിസിൽ, ചില കുക്കറുകളിൽ 1 വിസിൽ മതിയാവും. കുക്കറിൻ്റെ വിസിലൊക്കെ പോയി നമ്മളിത് ബിരിയാണി കാണാൻ കഴിയുകയാണ്. കുക്കർ ഇങ്ങനെ തുറന്നു. ആ മണമുണ്ട് കേട്ടോ, നല്ല മണം. ഇച്ചിരി ഒരു കുഴഞ്ഞ ഒരവസ്ഥയാണെങ്കിലും അല്ല, പക്ഷേ ഈ ഒരു കുഴഞ്ഞൊരവസ്ഥ വേണമല്ലോ, അപ്പോൾ അതിൽ കഴിക്കാനായിട്ട് നല്ല സ്മൂത്തായിട്ട് ഇരിക്കുള്ളൂ. ഇതാണ് കുക്കറിലുണ്ടാക്കിയ നമ്മുടെ റാവുത്തർ ബിരിയാണി. അപ്പോൾ നമ്മളിത് പാത്രത്തിലേക്ക് എടുക്കുന്നു. നല്ല വിശന്നിരിക്കുകയാണ്. നല്ല വിശന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശന്നിരിക്കുകയാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ റാവുത്തർ ബിരിയാണി. മാങ്ങച്ചാറും ഉള്ളി സലാഡൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് വെമ്പി നിൽക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമിനകത്താണ് ഇരിക്കുന്നത്, കാരണം ഇവിടെ AC ഉള്ളൂ, നല്ല ചൂടാണ്. അപ്പോൾ വേറെ എവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റ, ബൈ ബൈ, സീ യു.